Hey guys, welcome back to our channel LP Tales. സോറി അവിടുന്ന് പറയാനൊന്നും പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. മിസ്റ്റർ ഹസ്ബൻഡ് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലേ ആൾ തിരിച്ചു എത്തുള്ളൂ. അപ്പോൾ അതുവരെയുള്ള വീഡിയോസിൽ ഞാൻ മാത്രമായിരിക്കും. സോ എനിവേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ LP Tales. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അൺബോക്സിങ് വീഡിയോ ആണ്. ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു, പക്ഷേ സമയവും സന്ദർഭവും ഒന്നും ഒത്തുചേർന്ന് വന്നില്ല. അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ ഇത് വന്നിരിക്കാനായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എന്താണ് ഇതിൻ്റെ എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതെങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗായ്സ്, ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായി ഈ പ്രൊഡക്ട്സ് ഒക്കെ എൻ്റെ അക്കൗണ്ടിൽ, എൻ്റെ ഈ മീഷോൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നു, കാർട്ടിൽ. അപ്പോൾ ഒരു ഓഫർ കണ്ടപ്പോൾ പിന്നെ അതങ്ങ് മേടിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ എൻ്റെ മുന്നിലിരിപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിന്ന് തുറന്ന് നോക്കിയിട്ട് കാണാം. ഫസ്റ്റ് അപ്പോൾ ഇതിൽ ഏതെടുക്കാം? ഓക്കെ, ഇങ്ങനെ എടുക്കാം. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് ഞാനൊരു നമ്മൾ ഓവർ സൈസ്ഡ് ടീഷർട്ടില്ലേ, അതിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനും ഇതുവരെ ഓപ്പൺ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഇതെങ്ങനെ ഇരിക്കുന്നു നോക്കാം. ദൈവമേ, നന്നായിരിക്കണേ. മുറിച്ച് ടീഷർട്ട് മുറിയായിരുന്നു. കുറച്ച് കാലമായി ഞാൻ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് നോക്കിയില്ല, ഒരു സൺഡേ ഒരു ഡീല് കണ്ടു. അപ്പോൾ അതിലങ്ങ് വാങ്ങിച്ചു. ഫസ്റ്റ് ടീഷർട്ടാട്ടോ. ലോസ് ഏഞ്ചൽസിൻ്റെ സൈസ് വലിയ സൈസൊക്കെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ കറക്റ്റ് ഫിറ്റായിരുന്നു. ഓവർ സൈസ്ഡ് വാങ്ങിച്ചതാണ്, പക്ഷെ അത് കറക്റ്റ് ഫിറ്റായിരുന്നു. പക്ഷേ ഇതിന് ഇച്ചിരി കട്ടി കുറവുണ്ടെന്ന് തോന്നുന്നു. ഓഫറിന് കിട്ടിയതല്ലേ, കോംബോയല്ലേ, അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. അപ്പോൾ ഇതെന്തായാലും സാധനം ഭയങ്കര വലുത് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്ന് തോന്നുന്നു. ഇത് ഇട്ട് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടിയ നെക്സ്റ്റ് ടീഷർട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒരു പീച്ച് പിങ്ക് പോലത്തെ ഒരു കളറാട്ടോ ഇത്. നൈസ്. യു ആർ ഇനഫ്. ഈ ടീഷർട്ടാട്ടോ. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഓഫറിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് അതിൽ കയറി നോക്കിയാൽ കുറേ കോംബോ ഓഫേഴ്സ് കാണാൻ തന്നെ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഞാൻ വാങ്ങിച്ചു. ഇത് രണ്ടുമായിരുന്നു കോംബോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും പ്രൈസും ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, അങ്ങോട്ട് മാറിക്കിടക്കവരെ. അടുത്തത് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. ഇതൊരു ടീഷർട്ടാണ്. ടീഷർട്ട് പോട്ടെ, ഷർട്ടാണ്. ഒരു പ്രിന്റഡ് ഷർട്ടാണ്. നമുക്ക് ജീനും ഒക്കെ പറ്റുന്ന ഒരു ഷർട്ടാണ് കേട്ടോ അത്. പക്ഷെ ഭയങ്കര വലുതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിനു വേണ്ടി തടി വെക്കേണ്ടി വരുമോ? സംശയമുണ്ട്. കഷ്ടപ്പെട്ട് മെലിയാസനം വയ്ക്കുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി തടി വെക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ സാധനം രസമൊക്കെ ഉണ്ട്, നല്ല രസം. ഇഷ്ടപ്പെട്ടവർ വാങ്ങിച്ചു കേട്ടോ. അതേപോലെ തന്നെ ഉണ്ട് വ്യത്യാസം. ചിലതുണ്ടാവും, നമ്മൾ ഓർഡർ ചെയ്യുന്നൊരു സാധനം വരുമ്പോൾ വേറൊരു സാധനം. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. ഓർഡർ ചെയ്ത സാധനം തന്നെയാണിത്. പക്ഷേ സൈസ് വലുതാണോ എന്നൊരു ചെറിയൊരു സംസ്കൃതമുണ്ട്. ഓക്കെ, എനിവേ സാധനം രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വാങ്ങിച്ച പൈസയ്ക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ പഫ് സ്ലീവൊക്കെയാണ്. രണ്ട് സൈഡിലും പിന്നെ കോളറൊക്കെ ഉള്ളത്. കുഴപ്പമൊന്നുമില്ല, ബട്ടനാണ്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഷർട്ടാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെന്തായിരുന്നു? യെസ് ഞാൻ തന്നെ മറന്നുപോയി കുറച്ച് ദിവസമായിട്ട്.
ഇതൊരു ചെറിയൊരു ഫ്രോക്കാണ്, നീ ലെങ്ത് ഫ്രോക്കാണ്. വലിച്ചങ്ങോട്ട് കീറണ്ടേ. യെസ്, ഇത് കുഴപ്പമൊന്നുമില്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളർ. ഇതിനെന്ത് കളർ? ഈ കളർ എന്താ പറയുക? വയലറ്റ് അല്ല, പർപ്പിൾ അല്ല, ഒരു പ്രത്യേക കളർ. എനിവേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് രസമുണ്ട് ഇത് കാണാൻ. നമുക്ക് ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ട് ഇടാനൊക്കെ പറ്റുന്ന ഒരു സംഭവം. രസമുണ്ട് കാണാൻ. ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ അവസാനം അതിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇത് രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പഫ് സ്ലീവാണ്. വേണ്ടേ, കുറച്ച് ഇവിടെ ഇലാസ്റ്റിക് ഒക്കെ വരുന്ന രീതിയിൽ രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെയൊക്കെ കുറച്ച് വാങ്ങിക്കണമെന്ന് കുറച്ച് കാലമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ ഫൈനലി ഞാനത് വാങ്ങിച്ചു. രസമുണ്ട് കാണാൻ. നമുക്ക് ഈ നമ്മൾ കൊടുക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് നല്ല പൈസ കുറവുണ്ടായിരുന്നു ആ ഒരു ദിവസം, ആ സമയത്ത് വാങ്ങിച്ച. പക്ഷേ ആ പൈസയ്ക്കൊക്കെ വർത്തായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് സൈഡിലേക്ക് വെക്കാം അല്ലേ. യെസ്, ലാസ്റ്റ് പോയിന്റ് ഞാനിന്ന് പറയുന്നത് എനിക്ക് കുറച്ച് അത്യാവശ്യം കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരുന്നു. ഫൈനലി ഇപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു ആകാംക്ഷയിൽ ഞാൻ ഓൾറെഡി അത് അൺബോക്സ് ചെയ്ത് നോക്കി ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോവാണേ. നമ്മുടെയൊക്കെ ചെറിയ ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു കുഞ്ഞ് ടേബിളില്ലേ, ഈ സാധനം. യെസ്, ഇത് കുറേ കാലമായിട്ട് ഞാൻ ഇതും തമ്മിൽ ഇത്രയും നേരം കണ്ടതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് ഇതെങ്ങനെയായിരുന്നു? ഒരു മിനിറ്റ് കേട്ടോ. യെസ്, കിട്ടി. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഞാൻ എൻ്റെ ബെഡിൻ്റെ സൈഡിലേക്ക് ആണ് ഈ സാധനം വെച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ കാലമായി ഈ സാധനം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. സോ ഫൈനലി ഞാൻ ഈ സാധനം വാങ്ങിച്ചു. പല സമയത്ത് ഓക്കെ വേണ്ടാന്ന് വെച്ച് വിട്ട സാധനം. പിന്നെ ഞാനങ്ങ് എന്താ അറിയില്ല, പിന്നെ ഓക്കെ എന്ന് കുറേ കാലം ആഗ്രഹിക്കുന്നതല്ലെന്ന് വിചാരിച്ച് വാങ്ങിച്ചു. നമുക്ക് ചെറിയൊരു എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാനോ. ശരിക്കും ഞാനിതിപ്പോൾ എൻ്റെ ബെഡ് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ ചെറിയ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ മിക്കപ്പോഴും എൻ്റെ ഫോണൊക്കെ വെക്കുന്നത് ബെഡിൽ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഈ സാധനം സൈഡിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് വെക്കാറ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചെറിയ കയ്യെത്തും ദൂരത്ത് സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ പലതും ഡെക്കറേഷൻ ചെയ്യാനും പ്ലാന്റ്സ് വെക്കാനും അങ്ങനെ പല കാര്യത്തിനും വെക്കാറുണ്ട്. ഞാൻ എൻ്റെ ബെഡ് സൈഡിലാണ് വെക്കാറ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നത്. വേറെ അയ്യോ മറന്നുപോയി, ഒരു സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു സാധനങ്ങളുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. യെസ്, ഞാൻ നോക്കിയപ്പോഴേ ഒരു ബോക്സ് തന്നെ ഇവിടെ മാറിയിരിക്കുന്നു. പാവത്തിന് നമ്മൾ മൈൻഡ് ചെയ്യണല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ എവിടെ തുടങ്ങേണ്ട സ്ഥലം മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ യെസ്, ഞാൻ ഈ കളറായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. കളറല്ലായിരുന്നോ? ഇതെന്താണെന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതും ഓഫർ കോംബോ ആയിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ സാധനം? ആർക്കെങ്കിലും മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ആദ്യമൊന്നും പലപ്പോഴും കണ്ടപ്പോൾ എനിക്ക് എന്താ സാധനം മനസ്സിലായില്ലായിരുന്നു. പിന്നെ കുറച്ച് ബോധവും ബുദ്ധിയൊക്കെ വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് നമ്മുടെ ഈ ബ്രഷും പേസ്റ്റൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന സാധനമുണ്ട്. നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മിക്കപ്പോഴും എല്ലാ കവറിനകത്തോ പേപ്പറിനകത്തൊക്കെ ചുരുട്ടിയായിരിക്കും നമ്മൾ കൊണ്ടുപോകാറുള്ളത് അല്ലേ. അപ്പോൾ അതിനൊക്കെ പകരം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സേഫായിട്ട് മീൻസ് വേറെ എവിടെയും അലക്ഷ്യമായിട്ടൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഇട്ട് കൊണ്ടുപോയാൽ മതി. നമ്മൾ ട്രാവലൊക്കെ ചെയ്യാൻ വേണ്ടി ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊരു സാധനം. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 എണ്ണം കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും വേറെ സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്ത് ജോലിക്കിട്ട കാര്യത്തിന് വേണ്ടിയൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ എപ്പോഴും ജസ്റ്റ് എന്തെങ്കിലും റാപ്പ് ചെയ്തായിരിക്കും കൊണ്ടുപോകുന്നത്.
അപ്പോൾ പിന്നെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് എനിക്കും ഒന്നെൻ്റെ കെട്ടിയവനും വേണ്ടിയിട്ട് ഞങ്ങൾ 2 എണ്ണം കണ്ടപ്പോൾ ഒരുമിച്ച് കണ്ടപ്പോൾ 2 വാങ്ങിച്ചതായിട്ട്. പക്ഷേ ഈ കളറല്ലല്ലോ ഞാൻ ഓർഡർ ചെയ്തത്. എന്തായാലും നമുക്ക് കാര്യം ഉപയോഗപ്പെട്ട പോരെ. ഓക്കെ, അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ ആർക്കെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുകയാണ്. ഇത് ഇങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടും. അപ്പോൾ ബ്രഷും പേസ്റ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാം. ഇനി ബാഗിനകത്ത് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ചില സമയത്തൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ബാഗിനകത്ത് ഈ സാധനം വെച്ചാൽ കാണത്തില്ല, പിന്നെ കൈയിട്ടൊരു തപ്പലായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം. ഇതുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ഇതിനകത്ത് സേഫായിട്ട് ഇരുന്നോളൂ, ഒന്നും ബ്രഷിനകത്ത് പറ്റുമോ, ഒന്നും ചെയ്തൊന്നുമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ 5 സാധനങ്ങളല്ലേ? അതെ 5 സാധനങ്ങൾ. 5 സാധനം ഞങ്ങളുടെ പൈസ ഉണ്ടായിരുന്നുള്ളൂ അന്നല്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ലിങ്കും പ്രൈസും ഞാൻ ഇതിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാനാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ തന്നെയല്ല, അപ്പോൾ ഒരുപാട് പറഞ്ഞിരുന്ന് വെറുപ്പിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. ഇനി നിങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതുമായിരിക്കും. കാരണം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതായിരിക്കുമല്ലോ കുറച്ചും കൂടെ ബെറ്റർ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത്. നിങ്ങൾക്ക് എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് പറയുവാണെങ്കിൽ ഞാനത് മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇതുണ്ട്, ചില സമയത്ത് ഹസ്ബൻഡ് വേറെ സ്ഥലത്ത് ഞാനിവിടെ ആയതുകൊണ്ട് ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുന്തോറും ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്തു പോകും. കാരണം നമ്മളൊരു ബിഗിനർ ആയതുകൊണ്ട് ഒരുപാട് പോരായ്മകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഗായ്സ്, സോ അത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാണാം. ഓക്കെ, ബൈ.